എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാവരെയും ഫേവറേറ്റ് ഒരു ബേക്കറി റെസിപ്പിയായ കപ്പ് കേക്കിൻ റെസിപ്പിയുമായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നു. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. ഇനി 2-3 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് എത്താൻ വേണ്ടിയാണ്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കും. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്, റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയ ബട്ടറാണ്. ഇത് തണുപ്പ് മാറ്റാൻ കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് നമുക്കിതൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ബീറ്റർ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം, പക്ഷേ നമുക്കൊരു വിസ്ക് വെച്ചും ഇത് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കും. ഇതിപ്പോൾ ചെറിയ തരി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കുന്നു. മുട്ട തണുപ്പ് മാറ്റി റൂം ടെമ്പറേച്ചർ ആക്കിയ മുട്ടയാണിത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടു, ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ട് ഇതുപോലെ എടുക്കുക. ഇത് ബീറ്ററിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എടുക്കാം, പക്ഷെ നമുക്ക് വിസ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന പൊടി ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒത്തിരി ഇട്ടങ്ങ് ഇളക്കാതെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പഫിനെസ് കുറഞ്ഞു പോവും. അപ്പം ഓരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്ത് നമുക്കിതിങ്ങനെ റോൾ ചെയ്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് വന്നിട്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലൊന്ന് ചേർത്ത് കൊടുക്കും. തണുപ്പില്ലാത്ത പാലാണ്, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമ്മൾ ഒരു കപ്പ് കേക്കിൻ്റെ ഒരു ട്രേ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ലൈൻ പേപ്പർ വെച്ച് നമുക്ക് ഇതില്ലാതെയും കപ്പ് കേക്ക് ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഇതങ്ങ് വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 തൊട്ട് 1/2 ഭാഗം വരെ മാത്രം ഇതിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി ഇതങ്ങ് പൊങ്ങിപ്പോകും. ഇതേ സമയം തന്നെ ഞാൻ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് അത് പ്രീ ഹീറ്റായി കിട്ടും. ഇപ്പോൾ ഇതിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കി വെച്ചേക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തർ ഓവൻ്റെ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. എന്നാലും എനിക്കൊരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റായിട്ട് ആയി കിട്ടി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ക്രീം ഇട്ട് കൊടുത്തില്ലേലും ഈ കപ്പ് കേക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇത് എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കറക്റ്റ് മെഷർമെൻ്റാണ്. നമുക്ക് അടിപൊളിയായിട്ട് വരും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.